ഹലോ എവ്രി വൺ. വലിയൊരു സന്തോഷ വാർത്തയാണ് എൻ്റെ പൊന്നുമക്കളെ. നൂറയുടെ ഫാമിലി ബിഗ് ബോസിലേക്ക് പോവുകയാണ്. എന്തിനാണ് നൂറയുടെ ഫാമിലി ബിഗ് ബോസിലേക്ക് പോകുന്നത്? നൂറ എന്ന പൊന്നുമോളെ ആദില എന്ന വിഷത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉടൻ ബിഗ് ബോസിലേക്ക് പോകും നൂറയുടെ ഫാമിലി, അത് ഉറപ്പാണ്. ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യം ഒരു കാര്യം പറയുകയാണ് പൊന്നുമക്കളെ. അതായത് ഈ ഒരു വിഷമുണ്ടല്ലോ, ആദില എന്ന് പറയുന്ന ഈ ഒരു വിഷം, ഈ വിഷം കാരണമാണ് നൂറ എന്ന പൊന്നുമോളുടെ ജീവിതം ഇല്ലാതായത്. നിങ്ങൾ എന്നോട് ചോദിക്കും, എന്തിനാണ് ആദിലയെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് എന്ന്. പൊന്നുമക്കളെ, ഇവരെ കുറിച്ച് ഞാൻ പഠിക്കുന്ന സമയത്ത്, ആദില നൂറ കോണ്ടന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ കുറെ പഠിക്കുമല്ലോ. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാത്തിനും കാരണം ആദിലയാണ്. നൂറ പല തവണയായി ആദില എന്ന വിഷത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഇഷ്ടം പോലെ ട്രൈ ചെയ്തിട്ടുണ്ട് പൊന്നുമക്കളെ. പക്ഷേ ആദില വിട്ടിട്ടില്ല. ആദില കുടിക്കുന്ന വെള്ളത്തിന് എന്തെങ്കിലും പൗഡർ കലർത്തി ആദിലയുടെ കയ്യിലേക്ക് നൂറയെ ആക്കിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത്രക്കും, അതായത് നൂറക്ക് ഇഷ്ടമില്ലാത്ത ബന്ധത്തിൽ ആദില അതായത് ഭീഷണിപ്പെടുത്തിയോ എന്ന് എനിക്കറിയില്ല. അതായത് ആദില നിർബന്ധിച്ചിട്ടാണ് പൊന്നുമക്കളെ നൂറയുടെ ജീവിതം ഇല്ലാതായത്. അപ്പോൾ ആദ്യം ഉമ്മ പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓക്കെ. കാരണം നിങ്ങൾ ഈ സമൂഹത്തിന് എന്താണ് മക്കളെ കാണിച്ചു കൊടുക്കുന്നത്? നിങ്ങളെ കണ്ടിട്ടാണല്ലോ മക്കളെ ഈ തലമുറയും ഈ ഇപ്പോൾ ഉള്ള മക്കളും കണ്ടുപഠിക്കുന്നത്. ഈ സാധാരണപ്പെട്ട ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. കാരണം ഇതൊന്നും പറയാതിരിക്കാനും പറ്റുന്നില്ല. കാരണം ഈ സമൂഹത്തിന് എന്താണോ നിങ്ങൾ ചെയ്യുന്നത് ഇതൊന്നും നമുക്കൊട്ടും മനസ്സിലാകുന്നുമില്ല. കാരണം ഇത്രയും നിങ്ങളെ പഠിപ്പിച്ച് ഇത്രയും വലുതാക്കി ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങളുടെ ഉമ്മയും ഉപ്പയും ഒന്നും പ്രതീക്ഷിച്ച് കാണത്തില്ല മക്കളെ. അവസാനം നിങ്ങൾക്ക് അവർക്ക് കൊടുത്ത ടെൻഷൻ ഇത് മാത്രം. അവരെത്രമാത്രം തീ തിന്നുന്നത് നിങ്ങൾക്ക് അറിയുമോ? അറിയുന്നില്ല. പക്ഷേ അവർ ഒരുപാട് തീ തിന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങളെ കാണുന്തോറും അവർക്ക് തീ തിന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം ഈ സമൂഹത്തിന് കാരണം നിങ്ങൾ രണ്ട് സ്ത്രീകൾ ഈ തലമുറയ്ക്ക് ഇതല്ലേ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലല്ലോ. അതുകൊണ്ട് മക്കളെ, അവസാനം നിങ്ങളുടെ കുടുംബം മാത്രമേ കാണുകയുള്ളൂ. വേറെ ആരും കാണത്തില്ല. പറയാൻ 100 പേര് കാണും, അല്ലെങ്കിൽ ഇത് പറഞ്ഞു തരാൻ 100 പേര് കാണും. പക്ഷേ നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കുക, ഇതൊന്നും ശരിയല്ലെന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട്. കാരണം ആദില ആൻഡ് നൂറ എന്ന് പറയുന്നത് നല്ല പെരുമയുള്ള പേര്. പക്ഷേ ഇങ്ങനെ ഒരിക്കലും നിങ്ങളുടെ കുടുംബം പോലും വിചാരിച്ച് കാണത്തില്ല. ഇങ്ങനെയൊക്കെ വരും എന്ന് ഒട്ടും പ്രതീക്ഷിച്ച് കാണത്തില്ല. അവസാനം നിങ്ങളുടെ കുടുംബം മാത്രം. പൊന്നുമക്കളെ, ഈ ഉമ്മ പറഞ്ഞ കാര്യം എത്ര ക്ലിയർ ആണ്. ഒരു കാര്യം ഞാൻ പറയുകയാണ്, എനിക്കും നിങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ പൊന്നുമക്കളെ, നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ കുറേ പേര് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കും. എൻ്റെ പൊന്നുമക്കളെ, ആരും ഉണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒന്നെങ്കിൽ നമ്മുടെ ബ്രദേഴ്സ്, നമ്മുടെ സിസ്റ്റേഴ്സ്, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, അതായത് നമ്മുടെ അച്ഛനമ്മമാർ മാത്രമായിരിക്കും പൊന്നുമക്കളെ. നമുക്കൊരു ദുരന്തം സംഭവിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ഫ്രണ്ട്സും നമ്മളെ ഒഴിവാക്കി പോവും. അതാണ് ഇവിടെ ഈ ഉമ്മ പറഞ്ഞത്. നിങ്ങൾ ഉമ്മ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യൂ. ഒരു 5 വർഷം കഴിഞ്ഞതിന് ശേഷം ആദില അല്ലെങ്കിൽ ഈ നൂറ ഇവർക്ക് ആർക്കെങ്കിലും ഒരു രോഗം സംഭവിച്ചു, അങ്ങനെ സംഭവിക്കല്ലേ, ഞാനൊരു എക്സാമ്പിളാണ് പറയുന്നത്. ഒരു വലിയൊരു രോഗം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യും? അങ്ങനെ അതും നിങ്ങൾ ചിന്തിക്കണം. ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇവരെങ്ങനെ ജീവിക്കും? ഭാവിയിൽ ഇവരെങ്ങനെ ജീവിക്കും? ഇപ്പോൾ ഇവരുടെ ഒരു പ്രായമാണ്. ഈ പ്രായത്തിൽ ഇവർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. കുറേ പേര് ഇവർക്ക് സപ്പോർട്ട്, ഇങ്ങനെ ജീവിക്കട്ടെ എന്നാണ് കുറേ പേര്, മോഹൻലാൽ അടക്കമുള്ള കുറേ പേര് പറയുന്നത്. അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ കുടുംബത്തിലും ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചാൽ നിങ്ങൾ ഇങ്ങനെ പറയോ? ഒരു പെണ്ണും ജീവിക്കുന്നതിലല്ല അവിടെ പ്രശ്നം. അവരുടെ ഭാവി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ഒരു 4-5 വർഷം കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താണ്? ഈ മോഹൻലാലിനെ പോലെ വലിയ വലിയ ആൾക്കാർ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതല്ലേ? മോഹൻലാലിനെ പോലെ വലിയ വലിയ ആൾക്കാർ എന്താണ് പറയേണ്ടത്? ഇത് തെറ്റാണ് മക്കളെ, നല്ല ജീവിതം നിങ്ങൾ സെലക്ട് ചെയ്യണമെന്നല്ലേ പറയേണ്ടത്. ഇവിടെ എന്താണ് മോഹൻലാൽ സമൂഹത്തിന് മുമ്പിൽ പഠിപ്പിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല പൊന്നുമക്കളെ. പൊന്നാരമക്കളെ, ഒരു കാര്യം കൂടി, അതായത് ആദില എന്ന് പറയുന്ന വിഷം കാരണം മാത്രമാണ് ഇത്രയും വലിയൊരു പ്രശ്നം സംഭവിക്കാനുള്ള കാരണം. ഓക്കെ, ഞാൻ ഇവരെ കുറിച്ച് പഠിക്കുമ്പോൾ നൂറയ്ക്കൊരു ഇൻട്രസ്റ്റേ ഇല്ല. നൂറ മിണ്ടാണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ ആദിലയാണ് പലവട്ടം നൂറയോട് പറഞ്ഞത്, നിന്റെ ചുണ്ട് എനിക്കിഷ്ടമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ആദിലയാണ് നൂറയെ പ്രപ്പോസ് ചെയ്യുന്നതും ഇവർ രണ്ടുപേരും ഒന്നിക്കാനുള്ള ഏറ്റവും വലിയ കാരണം ആദിലയാണ്. പിന്നെ ഞാനൊരു കാര്യം പറയുകയാണ്, 18 വയസ്സാവുന്ന സമയത്താണ് ഇവർ ഒന്നിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം,
അവർക്ക് മെച്യൂരിറ്റി ഇല്ല. ഒരു കാര്യം തീരുമാനിക്കുന്ന വയസ്സ് പോലും ആവാത്ത സമയത്താണ് ഇവർ രണ്ടുപേരും ഒരുമിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത്. ഒരു കാര്യം പറയുകയാണ്, എങ്ങനെയെങ്കിലും ഇവർ രണ്ടുപേരും നമ്മൾ പിരിപ്പിക്കണം. എന്തിനു വേണ്ടിയാണ് ഞാൻ പിരിപ്പിക്കാൻ പറയുന്നത്? ഇവരുടെ നല്ലതിന് വേണ്ടിയാണ് പൊന്നുമക്കളെ. അപ്പോൾ നമുക്ക് നൂറയുടെ ഫാമിലി ബിഗ് ബോസിലേക്ക് പോകുമോ, എന്താണ് അതിൻ്റെ അപ്ഡേറ്റ്, നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ പൊന്നുമക്കളെ, രമ്യ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഒരു പേജ് അങ്ങ് വന്നിട്ടുണ്ട്. അതായത് ആദില നൂറയെ കുറിച്ച് എല്ലാം അറിയുന്ന ഒരാളാണ്. ഇവരുടെ പേജിൽ ഇഷ്ടംപോലെ നൂറയെ കുറിച്ച് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ആ ഒരു പേജിൽ നിന്ന് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അത് ഞാൻ വായിച്ചു തരാം. വായിക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയുകയാണ്. ഞാൻ കന്നഡ പഠിച്ച ഒരാളാണ്. മലയാളം വായിക്കുമ്പോൾ അതിൻ്റെതായ മിസ്റ്റേക്ക് ഉണ്ടാവും. ഞാൻ മലയാളം കണ്ടു പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നൂറക്ക് അവരുടെ വീട്ടുകാർക്കൊപ്പം പോകണം എന്നുണ്ട്, പക്ഷേ എന്തോ ഒരു വിലങ്ങുണ്ട്, അല്ലാതെ പൂർണ്ണമായിട്ടും അവരെ വെറുക്കാൻ കാരണമില്ല. നൂറയുടെ വീട്ടുകാരെ ബിഗ് ബോസ് വിളിച്ചാൽ അവരുടെ കൂടെ പോരണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ ആദിലയെ വിട്ട് പോയേക്കാം. ഇതിൽ ആദില പറയുന്നുണ്ട്, നൂറയുടെ ചുണ്ട് കണ്ടാണ് ഇഷ്ടപ്പെട്ടത്. ആ വീട്ടുകാരുടെ അവസ്ഥ, ഒറ്റ മകൾ. നോക്കൂ നിങ്ങൾ, ഒറ്റ മകളാണ്. ഈ ആദിലയുടെ കർണത്തേക്ക് രണ്ടെണ്ണം അടിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം പൊന്നുമക്കളെ, എല്ലാത്തിനും കാരണം ആദില എന്ന് പറയുന്ന ഈ വിഷയമാണ്. ഓക്കെ, ഞാൻ ഉറപ്പ് പറയുകയാണ്, നൂറയുടെ ഫാമിലി ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞാൽ, നൂറയോട് കാര്യങ്ങളൊക്കെ ക്ലിയറായി പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നൂറ ഫാമിലിക്കൊപ്പം പോകുമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയുകയാണ്, നൂറയ്ക്ക് ഇപ്പോൾ കുറേ പേര് പറയുന്നത്, കമൻ്റ് ഇട്ട് പറയുന്നത്, നൂറക്ക് നല്ല ചെക്കനെ കിട്ടൂല, അങ്ങനെയൊക്കെയാണ് കുറേ ആൾക്കാർ പറയുന്നത്. ഞാൻ കെട്ടിക്കോളാം, പ്രശ്നമില്ല, ഞാനിതൊരു വെറുതെ പറഞ്ഞതാണ്, ഇതൊരു എക്സാമ്പിളായി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നൂറക്ക് നല്ല ചെക്കനെ കിട്ടും. നൂറ ആ കാര്യത്തിൽ ടെൻഷനേ അടിക്കണ്ട. എങ്ങനെയെങ്കിലും ആദില എന്ന വിഷത്തിൻ്റെ കയ്യിൽ നിന്ന് നൂറ രക്ഷപ്പെട്ട് വരണമെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്, ആദില പൊന്നുമക്കളെ, ആദില പല ഇന്റർവ്യൂവിലും ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബോയ്സിനോട് ഇഷ്ടമില്ല, ഒരു ബോയ്സിനോട് സെക്സ്വൽ റിലേഷൻ, അതായത് പരസ്പരം ശാരീരിക ബന്ധം ബോയ്സിനോട് ചെയ്യാൻ പറ്റൂല, അതിനുള്ള തോന്നലില്ല, അതിനുള്ള മൂഡ് എനിക്ക് പേഴ്സണലി വരുന്നില്ല എന്നാണ് ആദില പറയുന്നത്. അപ്പോൾ ആദിലയോട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയിൽ എത്ര ഹോസ്പിറ്റൽ ഉണ്ട്? ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് പോയി കാര്യങ്ങൾ പറയണം. എനിക്കൊരു ആണിനെ കാണുമ്പോൾ ഇൻട്രസ്റ്റ് തോന്നുന്നില്ല, എന്താണ് എൻ്റെ പ്രശ്നം, അതിനുള്ള മെഡിസിൻ എടുക്കണം, ആ പ്രശ്നത്തെ പരിഹരിക്കണം. ഈ പ്രശ്നങ്ങളൊക്കെ കുറേ പേർക്ക് ഉണ്ടാവുന്നതാണ്. അവരൊക്കെ മെഡിസിൻ എടുത്ത് ഡോക്ടറൊക്കെ കണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കുന്നതാണ്. ഈ ആദില എന്ത് ചെയ്യുന്നു? അങ്ങനെ എന്തെങ്കിലും ആ പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല. ആദില പറയുന്നതാണ്, കള്ളം പറയുന്നതോ എനിക്കറിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കേണ്ടതല്ലേ, അല്ലാതെ നൂറയുടെ ജീവിതം വെച്ചാണോ കളിക്കേണ്ടത്? ഒരു കാര്യം നിങ്ങളിപ്പോൾ എല്ലാവരും പറയും, ആദില നൂറയുടെ ഇഷ്ടപ്രകാരമല്ലേ ആദില നൂറ ഒരുമിച്ച് ജീവിക്കുന്നത് എന്ന്. ഞാൻ ഇതിനുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണ്. നൂറക്ക് 18 വയസ്സാവുമ്പോഴാണ് കോടതി വിധിച്ചതും, നൂറക്ക് ഒരു 18 വയസ്സാവുമ്പോഴാണ് നൂറ ആദിലയുടെ കൂടെ പോയത്. അപ്പോൾ ചിന്തിക്കുന്ന ഒരു മൈൻഡ് പോലും നൂറക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 18 വയസ്സാണ്, ചെറിയ കുട്ടിയാണ്. നിലവിൽ നൂറക്ക് ചിന്തിക്കാനുള്ള എല്ലാ കാര്യമുണ്ട്. നൂറക്ക് എന്താണ് ജീവിതമെന്ന് ക്ലിയറായി മനസ്സിലായ ഒരു സമയമാണ്. നൂറയോട് ക്ലിയറായി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നൂറക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ നൂറ പെട്ടതാണ് ആദിലയുടെ കൂടെ. കാരണം ഫാമിലിക്ക് പോകാൻ പറ്റൂല. കാരണം ഉമ്മയും ഉപ്പയും കുറേ തവണ കോടതി കയറ്റിയതിൽ എങ്ങനെ അവരുടെ മുഖം നോക്കും? നൂറയുടെ ഫാമിലി ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞാൽ, അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നൂറ അവരുടെ കൂടെ പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിലും ഈ ഒരു കുടുംബം രക്ഷപ്പെടട്ടെ എന്ന് ഞാൻ പറയുകയാണ്. പൊന്നുമക്കളെ, ഒരു കാര്യം കൂടി ഞാൻ ഇടയ്ക്ക് ചർച്ച ചെയ്യുകയാണ്. ഈ ആദിലയുണ്ടല്ലോ, ആദില എന്ന് പറയുന്ന വിഷയം പറയുകയാണ്, ഞങ്ങൾ ഹാഫ് ഡ്രസ്സ് ധരിക്കും, ഞങ്ങളുടെ ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പറയുകയാണ്. ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടി നിങ്ങളൊന്ന് കാണണം. ഓക്കെ, നമ്മൾ ഷോർട്സ് ഇടാൻ പാടില്ലാന്ന്, പക്ഷെ എല്ലാവരുടെയും കണ്ട നമ്മുടെ തൊടയമേയിരിക്കും. ഇടർന്ന് പറയുന്ന ആൾക്കാരാണ് ഇത് കാണുന്നത്, അവര് കണ്ടിട്ടാണോ പറയുന്നത്. എന്താ അല്ലേ, ആദില എന്ന് പറയുന്ന വിഷയം പറയുകയാണ്, ഞങ്ങളുടെ തൊട എല്ലാവരും കാണുന്നുണ്ട്. ഒരു കാര്യം, ഇതിനുള്ള ഉത്തരം ഞാൻ ആണായതുകൊണ്ട് ഞാൻ കൊടുക്കുകയാണ്. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു പെണ്ണ് ഡ്രസ്സൊന്നും ഇടാതെ അല്ലെങ്കിൽ അർദ്ധ ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ പോവുകയാണ്. കണ്ണിൻ്റെ മുമ്പിൽ പോകുമ്പോൾ നമ്മൾ കാണൂലേ? മനുഷ്യന്മാരല്ലേ, നിങ്ങൾ കാണൂലേ? നിങ്ങൾ പറയും കാണും. അങ്ങനെ ഇവരിപ്പോൾ ഡ്രസ്സൊന്നും ഇടാതെ ഹാഫായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണുന്നവർ അത് കാണൂലേ? പിന്നെ അതിനെ കാണണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? മാന്യമായ ഡ്രസ്സ് ഇട്ടാൽ ആരെങ്കിലും കാണോ? അഥവാ കണ്ടാൽ ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇടോ? ഇടൂല. ഇവർ തന്നെ വൃത്തികേട് കാണിക്കുന്നു, ഇവർ തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നു. ഓക്കെ, ഇവരോട് നമുക്ക് ഒരു ചോദ്യം കൂടി ചോദിച്ചു നോക്കാം. സ്വന്തം നാട്ടുകാർ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന്.
നിങ്ങളുടെ നാട്ടിലുള്ള ജനിച്ച സ്ഥലങ്ങളിലുള്ള അവരൊക്കെ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല 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 ഒരിക്കലും ഇല്ല. ഇല്ല. ഇവളിപ്പോ ഒരു ഷോർട്സ് ഇട്ടിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഷോർട്സ് ഇടലുണ്ട്. എന്നാലും ഇവള് സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ഷോൾ ഇട്ട് കണ്ടതിന് ശേഷം പിന്നെ ഷോർട്സ് ഇട്ടും ഷോൾ ഇടാതെയൊക്കെ കണ്ടതിന്റെ ഒരു പ്രശ്നം ഉണ്ട് ആൾക്കാർക്ക്. ഇതൊക്കെ വെറുതെയാണ്. നിങ്ങൾ രണ്ടുപേരും ജീവിക്കുന്നതാണ് ഇവിടെ പ്രശ്നം. അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു പൊന്നുമക്കളെ. കുറേ പേര് എനിക്ക് കമൻ്റ് ഇട്ടും ലൈക്ക് ഇട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഓക്കെ, എല്ലാവർക്കും നല്ല രീതിയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. എല്ലാവരുടെ കമൻറ്റും വരുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ആദില നൂറ എങ്ങനെയെങ്കിലും നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.